സ്വാഗതം പ്രേരെ കാർഡുകളുടെ മറ്റൊരു ലോകത്തേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ താങ്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽ കാർഡുകളെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും ടാരോ കാർഡ് വായനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏഞ്ചൽ കാർഡുകൾ അല്ലെങ്കിൽ ഒറക്കിൾ കാർഡുകൾ എന്ന് പറയുന്ന കാർഡുകളാണ്. ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് തരം കാർഡുകളുണ്ട്. അത് നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ്. ഉദാഹരണത്തിന് യൂണിക്കോൺസിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഡയാന കൂപ്പർ ഇറക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാർഡാണിത്. ഇതിൽ 44 കാർഡുകളുടെ ഒരു സെറ്റാണ്. ഈ കാർഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗൈഡൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കാർഡുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ഞങ്ങളൊരു പ്രശ്നത്തിൽ ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയായിരിക്കും, എന്ത് സന്ദേശമാണ് തരുന്നത് വെച്ചാൽ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക, നിങ്ങളുടെ യൂണിക്കോൺസ് സപ്പോർട്ടിങ് യു. അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് സന്ദേശം നമുക്ക് നല്ല ഇത് ഗുണം ചെയ്യും. പക്ഷേ നമ്മൾ ആ കാർഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഡയന കൂപ്പറിൻ്റെ മറ്റൊരു കാർഡാണ്. ഇതും ഏഞ്ചൽ സന്ദേശമാണ് തരുന്നത്. പക്ഷേ ഇത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു പ്രാചീന ഒരു നാടിനെക്കുറിച്ച് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ കാർഡുകളിൽ ഇവിടെ തന്നെയാണ് മീനിങ് ഉള്ളത്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാനായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി അറിയാൻ പറ്റും. ഈ കാർഡുകളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ഇതിനൊരു റെഫറൻസ് ബുക്ക് നോക്കണം. അതുകൊണ്ട് ഈ കാർഡുകൾ കുറച്ചുകൂടി ഇതാണ്. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു കാർഡുണ്ട്. അത് ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. നമ്മുടെ പൂർവികരെ വിശ്വസിക്കുന്നവർക്കുള്ള കാർഡാണ്. ഈ കാർഡിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റും. എല്ലാത്തിനെയും താഴെ നമുക്കൊരു സന്ദേശമാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏഞ്ചൽസ് ആൻഡ് കാർഡുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതുപോലത്തെ സന്ദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്.